ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്നാണ് തുടങ്ങാൻ പോകുന്നതെന്നുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജൂലൈ അവസാനമോ ഓഗസ്റ്റ് പകുതിക്ക് മുൻപേ ആയിരിക്കും ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നത്. ഇത്തവണ കുറെ സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് ബിഗ് ബോസിന്റെ ഈ ഒരു സീസൺ 7-ലെ. കൂടാതെ ഏകദേശം കൺഫേം ആയിട്ടുള്ള കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ അടുത്തിടെ വലിയ രീതിയിൽ വിമർശനത്തിനൊക്കെ ഇരയായ RJ അഞ്ജലി, സ്റ്റാർ മാജിക്കിലെ അനുമോൾ, കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി, പിന്നെ അവതാരകയായിട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സരിക, ഇങ്ങനെ കുറേ പേരൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. ഏകദേശം ഇവരൊക്കെ കുറേ പേരെത്തും എന്ന് തന്നെയാണ് സൂചനകൾ. പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കൂടുതലും സെലിബ്രിറ്റീസുകളായിരുന്നു മുൻപത്തെ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒന്നീ സെലിബ്രിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ആയിരിക്കാം. ഒരേ ഒരു കോമണർ മാത്രമായിരിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് സീസണിലൊക്കെ വരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. നേർപകുതി, അതായത് പകുതി സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസസും ഒക്കെ ആവുമ്പോൾ നേർപകുതിയായിരിക്കും കോമണേഴ്സ്. ഒരുപാട് കോമണേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീസൺ ആദ്യമായിട്ടായിരിക്കാം മലയാളത്തിൽ. കാരണം ഒരുപാട് പേർക്ക് അവസരം കൊടുക്കുന്നു. പക്ഷേ ഇത് എത്രമാത്രം ആളുകൾ സ്വീകരിക്കുമെന്നൊന്നും അറിയില്ല. കഴിഞ്ഞ സീസണിൽ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസിനെ കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സീസൺ ആയിരുന്നു സീസൺ 6. ഇത്തവണ നേർപകുതി കോമണേഴ്സ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അത്ര രസമുണ്ടായിരിക്കില്ല. എന്തായാലും അറിയാവുന്ന കുറച്ച് സെലിബ്രിറ്റീസുകളൊക്കെ തീർച്ചയായും കാണുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഏഷ്യനെറ്റിൽ സീരിയലുകളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ചില സെലിബ്രിറ്റീസുകൾ എല്ലാ സീസണുകളിലും ഉണ്ട്. അതുപോലെ ഇത്തവണയും ഉണ്ടാകും. സ്റ്റാർ മാജിക്കിലെ അനുമോളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. സോ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.